കളഞ്ഞിടുന്നേ മാറിടത്തിൽ അനുഗ്രഹത്തെ ആദിപതിയെ ആനന്ദ കൃപ പേരുന്നതിയെ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. യെരൂശലേമിൽ നിന്ന് പരീശന്മാരും നിരാശാസ്ത്രന്മാരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും യൂദന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണ, ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവരെ ലഭ്യമായിരിക്കുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ പൗരന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു. അവർ അവനോട് പ്രവചിക്കാരായ നിങ്ങളെക്കുറിച്ച് പ്രവചിച്ചത് ശരി. ഈ ജനം അത്തരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്താകുന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതോടെ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞു, മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങൾ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനും അപ്പനെയും അമ്മയോ പ്രാകുന്നവൻ മരിക്കാനുമെന്നും മോശ പറഞ്ഞല്ലോ. നിങ്ങളോട് ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് നടത്താനുള്ള ദർബാനെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാളൊന്നും ചെയ്യുവാൻ അവരെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ പലതും നിങ്ങൾ ചെയ്യുന്നു. പിന്നെ